ഇന്നായിരുന്നു മാമിയുടെ മോൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോമ്പ് തുറ വെച്ചേക്കുന്നത് അവരാണ്. കറക്റ്റ് ഒരു 6:11 സമയം, ആ ഒരു സമയത്താട്ടോ ഞങ്ങൾ നോമ്പ് തുറയ്ക്ക് പോകുന്നത്. നോമ്പ് തുറ വെച്ചേക്കുന്നത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നോമ്പ് തുറക്കാനുള്ള ഒരു ഇഫ്താർ കോംബോ അവിടെ ഉണ്ട്. ആ ഒരു കോംബോ നമ്മളും ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ടുള്ള. എത്ര പേരാണുള്ള അവർക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും എണ്ണക്കടികളും എല്ലാം അവർ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ തണ്ണിമത്തൻ്റെ മുന്തിരിയും പൈനാപ്പിളായിട്ട് ഉള്ളത്. എണ്ണക്കടികളായിട്ടാണെങ്കിൽ സമൂസയും ഉള്ളി ബജിയുമാണ് കേട്ടോ ഉള്ളത്. ഇവരിവിടെ ഇതിന് പക്കാവട എന്നൊക്കെയാണ് പറയുക. ഞങ്ങളവിടെ ഉള്ളി ബജി എന്നാട്ടോ പറയാം. ഇതൊന്നും കൂടാണ്ട് തന്നെ മാമ ഷാർജ ഷേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഷേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ ഷേക്കൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നേട്ടോ. പിന്നെ നമ്മളെ ഫ്രൂട്ട്സും ഇതൊക്കെ എടുത്ത് കഴിച്ച് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ ആണുങ്ങളെല്ലാവരും പള്ളിയിൽ പോയേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫുഡൊന്നും എടുത്തില്ല. അവർ പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും ടേബിൾ മൊത്തം കാലിയായിട്ടാണ്. ഇതൊരു മന്തിക്കടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മന്തിയാണ് നമ്മൾക്ക് ഇതായിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള മന്തിയായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. 2-3-4 പ്ലേറ്റ് മന്തി ഈ എല്ലാവർക്കും കൂടിയിട്ട് അവർ തന്നായിരുന്നു. പിന്നെ റൈസൊക്കെ അവർ പിന്നെയും നമുക്ക് തന്നായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ വന്ന ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു നോമ്പ് തുറക്കായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിള്ളേർക്കൊക്കെ ബലൂണും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് മാമായുടെ വീട്ടിലോട്ടാണ്. മാമാക്ക് ഐസ്ക്രീമിൻ്റെ കട ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഐസ്ക്രീമും കഴിച്ച് പിന്നെ പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് ക്യാരം ബോർഡൊക്കെ കളിച്ചേട്ടാ. പിന്നെ അവനക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കിയിട്ട് ഈ ഒരു ചോക്ലേറ്റും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി.